സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു ബിഗ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അടുത്തൊന്നും പ്രത്യേകിച്ച് അപ്ഡേറ്റുകളൊന്നും നൽകാനില്ല, അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് വീഡിയോയും കാര്യങ്ങളുമായിട്ടൊന്നും വരാതിരുന്നത്. പിന്നെ വന്നിരിക്കുന്ന അപ്ഡേറ്റ് തരുന്ന സമയത്ത് കുറച്ച് തിരക്കുകളായി പോയി, അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലേറ്റ് ആയ 2 ദിവസമായി നമുക്ക് അപ്ഡേറ്റുകളും കാര്യം അറിഞ്ഞിട്ട്. വേറൊന്നുമല്ല, നമ്മുടെ മലയാളം ബിഗ് ബോസിനെ സംബന്ധിച്ച് സ്വന്തമായിട്ടൊരു സെറ്റ് ഇല്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രശ്നമായി ഇത്രയും നാള് നിന്നിരുന്നത്. കാരണം മറ്റ് ഭാഷയിലുള്ള ബിഗ് ബോസിന്റെ ഒക്കെ അല്ലെങ്കിൽ അവരുടെ സമയം നോക്കി അവരുടെ ഷോ കഴിഞ്ഞതിന് ശേഷം സമയം നോക്കി മാത്രമാണ് നമ്മുടെ ഓരോ സീസണും നടത്തിക്കൊണ്ട് വന്നിരുന്നത്. എന്നാൽ അതിനൊക്കെ ഒരു പരിഹാരമായിരിക്കുകയാണ് സീസൺ 7ലേക്ക്. അതായത് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ മർജിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അംബാനിയുടെ വരവ്, നല്ല രീതിയിലുള്ള ക്യാഷ് ഇറക്കി തന്നെ ബിഗ് ബോസ് നടത്താനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ജിയോ ടീമിന്റെ സൈഡിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, നമുക്ക് മലയാളം ബിഗ് ബോസിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു സെറ്റ് അവർ വാങ്ങിയിരിക്കുകയാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയും ദിവസം അതുമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും ഈ ഒരു സീസണിലേക്ക് കാണത്തില്ല. അടുത്തൊരു സീസണിലായിരിക്കും പുതിയൊരു സെറ്റൊക്കെ വാങ്ങി അതൊക്കെ റെഡിയാക്കി കൊണ്ടുവരിക. ഈ ഒരു സീസണിൽ ഏതെങ്കിലും ഒരു സെറ്റിൽ, അതായത് മറാഠിയിലോ അല്ലെന്നുണ്ടെങ്കിൽ കന്നഡയിലോ ഏതെങ്കിലും ഒരു അവൈലബിൾ ആയിട്ടുള്ള ഒരു സെറ്റിൽ നടത്തി അടുത്തൊരു സീസണിൽ പുതിയൊരു സെറ്റിലേക്ക് കൊണ്ടുവരുമെന്നൊക്കെ തന്നെയായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ അതൊന്നുമല്ല, ജിയോ ടീം നല്ല രീതിയിൽ തന്നെ ക്യാഷ് എറിഞ്ഞ് കളിക്കുക തന്നെയാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ സൈഡിലേക്ക് നമ്മുടെ ഹിന്ദി ബിഗ് ബോസ് ഒക്കെ മാറി, അല്ലെങ്കിൽ കന്നഡ ഇവരൊക്കെ മാറി നിന്നുകൊണ്ട് നമ്മുടെ തമിഴ് ബിഗ് ബോസ് അതുപോലെ തന്നെ മലയാളം ബിഗ് ബോസിലേക്കും ഇവരുടെ ഒരു നല്ല രീതിയിലുള്ള ക്യാഷ് എറിഞ്ഞുകൊണ്ടുള്ള കളി തന്നെയാണെന്ന് തോന്നുന്നു. എന്താണെന്നുണ്ടെങ്കിലും നമ്മുടെ മലയാളം ബിഗ് ബോസിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ മലയാളം ബിഗ് ബോസിന് പുതിയൊരു സെറ്റ് വന്നിരിക്കുകയാണ്. അറിയാൻ സാധിച്ചത് ചെന്നൈയിൽ തന്നെയാണ് സെറ്റ് എന്നാണ് അറിയുന്നത്. EVP-യിലാണ് നമ്മുടെ ബിഗ് ബോസ് തമിഴ് സീസൺ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നതും അതിനൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതിന്റെ ഒരു ക്ലാരിറ്റി ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. അതായത് EVP-യിൽ തന്നെയാണ്. അപ്പം EVP ഫിലിം സിറ്റിയിൽ നിറയെ ഓപ്ഷൻസ് ഉണ്ട്, നിറയെ സെറ്റുകളൊക്കെ ഇടുന്നുണ്ട്, ഒത്തിരി പ്രോഗ്രാംസിന്റെ ഒക്കെ സെറ്റുകളുണ്ട്, ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. വിജയ് ടിവിയുടെ ഒക്കെ പല പ്രോഗ്രാമുകളും ഒക്കെ EVP-യിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പം EVP ഫിലിം സിറ്റിക്ക് ഉള്ളിൽ തന്നെയാണ് നമ്മുടെ മലയാളം ബിഗ് ബോസിനും സെറ്റ് ഇട്ടിരിക്കുന്നത്. അതിനൊരു സെപ്പറേറ്റ് സെറ്റ് വാങ്ങിയിരിക്കുന്നത് നമ്മുടെ EVP ഫിലിം സിറ്റിയിലാണെന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ ചില ഒരു ഇത് വരുന്നത് പുറത്ത് വേറൊരു സെറ്റ് വാങ്ങിയെന്നാണ് അറിയുന്നത്. EVP ഫിലിം സിറ്റി പോലെ തന്നെ അതിൽ നിന്ന് മാറി വേറൊരു സെറ്റാണ് വാങ്ങിയിരിക്കുന്നതെന്നാണ് അറിയുന്നത്. എന്നാൽ ഈ ഒരു രണ്ട് കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. അതിപ്പോ EVP ഫിലിം സിറ്റിക്കുള്ളിൽ തന്നെയാണെന്നും പറയുന്നുണ്ട്, പുറത്തൊരെണ്ണം വാങ്ങിയെന്നും പറയുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും EVP ഫിലിം സിറ്റിക്കുള്ളിലാണെന്നുണ്ടെങ്കിൽ തമിഴ് ബിഗ് ബോസിന്റെ സെറ്റ് അല്ല, അത് വേറെ, മലയാളത്തിന് വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് സെറ്റ് വന്നിരിക്കുന്നത്. അത് ഇനി എവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് കുഴപ്പമില്ല. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മലയാളം ബിഗ് ബോസിനെ സംബന്ധിച്ച് ഒരു സെപ്പറേറ്റ് സെറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ഓരോ സീസണും കറക്റ്റ് സമയത്ത് തന്നെ പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെ നടത്താൻ സാധിക്കും. ഇതുപോലെ ഡിലേ വരത്തില്ല, അല്ലെങ്കിൽ മറ്റു ഭാഷയിലുള്ള ബിഗ് ബോസിന്റെ സമയം നോക്കി നിൽക്കേണ്ടതില്ല. എന്താണെന്നുണ്ടെങ്കിൽ ജിയോ ടീം വന്നതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ബിഗ് ബോസ് മലയാളത്തിനെ സംബന്ധിച്ച് ഉണ്ടായി. കാരണം ഇത്രയും നാളും സ്റ്റാർ ഇന്ത്യയെ സംബന്ധിച്ച് അവർ അധികം ക്യാഷ് ഒന്നും ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ ഒരു പരിധി വരെ മറ്റുള്ള ഭാഷയിലുള്ള ബിഗ് ബോസിന്റെ ഒക്കെ സമയം നോക്കി ഒരു സെറ്റ് കണ്ടുപിടിച്ചങ്ങ് നടത്തുകയാണ് ഉണ്ടായത്. അപ്പം ജിയോ വന്നതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. എന്നാലും കേരളത്തിൽ കണ്ടുപിടിക്കാത്തത് നന്നായി. കാരണം കേരളത്തിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നടത്തിക്കൊണ്ട് പോകുന്നതിന്റെ ഇടയിലായിരിക്കും മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടായി. പിന്നെ അത് സമരങ്ങളിലേക്കും അടച്ചുപൂട്ടലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. ഒരു ഷോ തന്നെ നിർത്തി വെക്കാനുള്ള പല സംഭവങ്ങളും ഉണ്ടാവും. അപ്പം ചെന്നൈയിൽ തന്നെ കണ്ടുപിടിച്ചത് നന്നായി. പിന്നെ എനിക്ക് ചെന്നൈയിൽ ഒരു സെറ്റ് ഇടാതെ മുംബൈയിലോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെവിടെയെങ്കിലും നമ്മുടെ മലയാളം ബിഗ് ബോസിന്റെ ഒരു സെറ്റ് ആയിരുന്നെങ്കിൽ നന്നായേനെ. കാരണം ചെന്നൈ സെറ്റുമായിട്ട് മലയാളത്തിന് അത്ര സെറ്റല്ല. പല നമുക്കിപ്പോൾ നടന്നു പോയിട്ടുള്ള സീസൺ 6 ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ 2-3 ആണെന്നുണ്ടെങ്കിലും അത്രയ്ക്ക് നമുക്ക് മികച്ചതെന്ന് പറയാനൊന്നുമില്ല. പിന്നെ പുതിയ സെറ്റൊക്കെ ഇട്ട് വരുമ്പോൾ അത് എത്രത്തോളം ഭംഗിയാക്കി എടുക്കാമെന്നതിനെ അനുസരിച്ചിരിക്കും സെറ്റിന്റെ ഭംഗി നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ചെന്നൈയിൽ സെറ്റ് എന്നൊക്കെ പറയുമ്പോൾ ചെന്നൈ ഈ ബിഗ് ബോസ് തമിഴിന്റെ ടീം തന്നെയായിരിക്കും, ക്രിയേറ്റീവ് ടീം തന്നെയായിരിക്കും മലയാളം ബിഗ് ബോസിലേക്കും വരാൻ പോകുന്നത്. അപ്പോൾ അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറയുമ്പോൾ ബിഗ് ബോസിന്റെ തമിഴ് സീസൺ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഒരു നല്ല മികച്ച ടാസ്കുകളോ മികച്ച തീമുകളോ ഒന്നും തന്നെ അവർക്ക് കൊണ്ടുവരാനില്ല. പക്ഷെ ഹിന്ദി ബിഗ് ബോസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ടാസ്കുകളാണെന്നുണ്ടെങ്കിലും പല രീതിയിലുള്ള മികച്ച ഗെയിമുകളൊക്കെ ഇവർ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ സീസൺ 4 ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സീസൺ 1, 4 ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവരുടെ ആ ഒരു ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ്, കൊണ്ടുവരുന്ന ടാസ്കുകൾ, ആ ഓരോ സീസണും ഉള്ള തീം, അവരെടുക്കുന്ന കണ്ടസ്റ്റൻസിനെ എടുക്കുന്ന രീതികൾ, ഇതെല്ലാം വളരെ മികച്ച രീതിയിൽ വേറിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ചെന്നൈയിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ തമിഴ് ബിഗ് ബോസിന്റെ ക്രിയേറ്റീവ് ടീം തന്നെയായിരിക്കും നമ്മുടെ മലയാളത്തിലേക്കും വരാൻ പോകുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെ മൊത്തത്തിൽ തമിഴ് സീസൺ തന്നെ അവർക്ക് അലമ്പാണ്. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ മലയാളം കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏത് രീതിയിൽ കൊണ്ടുപോകുമെന്ന്
ഒരു ഐഡിയയും ഇല്ല. അവരുടെ മിക്ക ടാസ്കുകളും അല്ലെന്നുണ്ടെങ്കിൽ മിക്ക തീമുകളും മിക്ക കാര്യങ്ങളും തന്നെ ആയിരിക്കും കോപ്പി അടിച്ച് മലയാളത്തിലേക്കും കൊണ്ടുവരുന്നത്. മലയാളത്തിൽ ഇപ്പൊ എന്തെങ്കിലും പുതിയത് കൊണ്ടുവന്നാൽ അത് കോപ്പി അടിച്ച് തമിഴിലേക്കും കൊണ്ടുവരും. ഇത് തമിഴ് ബിഗ് ബോസ് കാണുന്നവരെ സംബന്ധിച്ച് ഇത് തന്നെയായിരിക്കും തന്നെ പിന്നെ കാണാൻ പോകുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ജിയോ ടീമൊക്കെ ഇതിലേക്ക് വന്നതുകൊണ്ട് തന്നെ ജിയോ ഹിന്ദി ബിഗ് ബോസിന്റെയൊക്കെ ഒരു സ്റ്റൈലിൽ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ അവർ നടത്തിയേക്കാം. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. പിന്നെ ഇത് മാത്രമായിരിക്കില്ല, അവരൊക്കെ വന്നതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയും കാശിറക്കുമ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകാൻ വേണ്ടി അവർക്ക് താല്പര്യമുള്ള കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരാനും വിജയിപ്പിക്കാനും അതുപോലെ തന്നെ അവരുടേതായ സ്ക്രിപ്റ്റിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് വലിയ ദഹിച്ചൊന്നും വരത്തില്ല. അത് ചിലപ്പോൾ ഒരു സീസൺ തന്നെ കുളവാക്കും. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഹിന്ദി ബിഗ് ബോസ് ഒക്കെ കുളവാക്കിയ പോലെ നമ്മുടെ മലയാളം ബിഗ് ബോസും കുളവാക്കുമോ എന്നും നമുക്ക് നോക്കാം. ഇങ്ങനെ വന്ന് നമുക്ക് പുതിയൊരു സെറ്റൊക്കെ വരുന്നത് പോലെ തന്നെ ഒരു സീസൺ തന്നെ കുളവാക്കാനുള്ള സാധ്യതകളുണ്ട്. എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാം. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ്. ബിഗ് ബോസ് മലയാളത്തിന് പുതിയൊരു സെറ്റ് കിട്ടിയിരിക്കുന്നു. അപ്പം ഈ വരുന്ന മെയ് അവസാനം ജൂണിലോടുകൂടി പുതിയൊരു ബിഗ് ബോസ് ഹൗസിന് വേണ്ടിയിട്ടുള്ള വർക്കുകളും കാര്യങ്ങളും ആരംഭിക്കുമെന്ന് തന്നെയാണ് അറിയുന്നത്. ആഗസ്റ്റിലാണ് നിലവിൽ അവർ പ്ലാൻ ചെയ്യുന്നത് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഗ്രാൻഡ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളും കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് മുന്നേ ഒരു സാധ്യതകൾ ഇപ്പോൾ കാണുന്നില്ല. കാരണം അവർ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും നടക്കാതെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ആഗസ്റ്റിലേക്കായിരിക്കും നടക്കാനുള്ള സാധ്യതകളും ഗ്രാൻഡ് ലോഞ്ചിങ് കാര്യങ്ങളും ഒക്കെ പ്ലാൻ ചെയ്യുന്നതെന്നാണ് അറിയുന്നത്. അപ്പം അടുത്ത മാസം അവസാനത്തോടുകൂടി ജൂണിലേക്ക് ബിഗ് ബോസ് ഹൗസിന്റെ പണിയൊക്കെ ഈ പുതിയൊരു സെറ്റിൽ നടക്കുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഹോസ്റ്റ് ആയിട്ട് ലാലേട്ടൻ തന്നെ വരുമെന്ന് തന്നെയാണ് അറിയുന്നത്. ലാലേട്ടനെ തന്നെ ഈ ഒരു സീസൺ കൂടെ കൊണ്ടുവരും. മറ്റൊരു ഹോസ്റ്റിനെ തിരക്കുന്നുമുണ്ട്. അതിന്റെ കൂട്ടത്തിൽ മറ്റൊരാൾ വരുമോ എന്നതിനെ കുറിച്ചൊന്നും ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. ലാലേട്ടൻ തന്നെയായിരിക്കും ഈ ഒരു സീസണിലേക്ക്. അതുപോലെ കോൺട്രാക്റ്റും കാര്യങ്ങളും ഒന്നും ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല. ബട്ട് അവസാന നിമിഷം ഇനി മാറുമോ എന്നറിയത്തില്ല. മിക്കവാറും ഈ ഒരു സീസണിൽ കൂടെ ലാലേട്ടൻ തന്നെ കാണും. ഇനി അടുത്ത സീസണിലും ഉണ്ടാവുമോ എന്നറിയത്തില്ല. അവർ മാക്സിമം ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ ഒക്കെ മർജിങ്ങും കഴിഞ്ഞു പുതിയൊരു സെറ്റുമായിട്ട്. അപ്പം പുതിയൊരു ഹോസ്റ്റിനെയൊക്കെ അവർ നോക്കുന്നുണ്ട്. പുതിയൊരു വെറൈറ്റി ആയിട്ട് പുതിയൊരു ഇതിൽ സീസൺ തുടങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അവസാന സമയത്തേക്ക് ഹോസ്റ്റിനെയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ മലയാളികളൊക്കെ അക്സെപ്റ്റ് ചെയ്യണം. ആ ഒരു ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സ്റ്റാർ തന്നെ മലയാളത്തിലെ വേണം ഹോസ്റ്റായിട്ട് വരുമ്പോൾ, ബിഗ് ബോസ് പോലെ ഒരു റിയാലിറ്റി ഷോയിലേക്ക് വരുമ്പോൾ. അപ്പൊ അതുപോലെയുള്ള പലരെയും ബിഗ് ബോസിന്റെ ടീം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെയും ആരും അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുകയോ സഹകരിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു സീസണിൽ മിക്കവാറും ലാലേട്ടൻ തന്നെ ആയിരിക്കും മോസ്റ്റ് പ്രോബബിളി ഹോസ്റ്റായിട്ട് വരാൻ പോകുന്നത്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. എന്താണെങ്കിലും ഇനിയും സമയമുണ്ട്. നമ്മുടെ സീസൺ 7ലേക്കുള്ള ഓഡീഷൻസ് ഒക്കെ തകൃതിയായിട്ട് ഒരു സൈഡിൽ നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. സീസൺ 1ലും 4ലും ഒക്കെ വന്നതുപോലെ മികച്ച കണ്ടസ്റ്റൻസിനെ തന്നെ വരട്ടെ. ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ കുറച്ച് ആക്ടേഴ്സ് ആയിട്ടുള്ളവരും അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആയിട്ടുള്ളവരും മറ്റു പല മേഖലയിൽ നിന്നുള്ളവരെയൊക്കെ മികച്ച ആൾക്കാരെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഒരു ജിയോ ഹോട്ട്സ്റ്റാർ മെർജിങ് വഴി ജിയോ ടീമൊക്കെ ഇതിലേക്ക് വന്നതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഏഷ്യാനെറ്റിന്റെ അണിയറ പ്രവർത്തകരിൽ നിന്നും അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ സൈഡിലുള്ള പല അണിയറ പ്രവർത്തകർ പലരെയും പിരിച്ചുവിടലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മികച്ച ഒരു സീസൺ ആക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവരുടെ സൈഡിൽ നിന്ന് നടക്കുന്നുണ്ട്. എന്താണെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ സൈഡിൽ നിന്നും നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.